അർജുന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താൻ ഇനി അല്പസമയം മാത്രമേയുള്ളൂ. കണ്ണാടിക്കൽ ടൗണിൽ നിന്നും കാൽനടയായാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആ വിലാപയാത്രയോടൊപ്പം ചേർന്നിട്ടുള്ളത്. വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അർജുൻ പ്രിയപ്പെട്ടവർ ആ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ജനപ്രതിനിധികൾ മന്ത്രി AK ശശീന്ദ്രൻ, MLA T സിദ്ദിഖ്, MLA തോട്ടത്തിൽ രവീന്ദ്രൻ, KK രമ MLA തുടങ്ങിയവരൊക്കെ ആ മുൻനിരയിൽ തന്നെയുണ്ട്. ആളുകൾ കാൽനട യാത്രയായി തന്നെയാണ് ആ വിലാപയാത്രയോടൊപ്പം തന്നെ കണ്ണാടിക്കൽ ടൗണിൽ നിന്നും അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. റിയാസ് KMR ആ വിലാപയാത്രയ്ക്കൊപ്പം തന്നെയുണ്ട്. റിയാസ്, അർജുൻ കളിച്ച് വളർന്ന വഴികൾ, ഓടി നടന്ന നടപ്പാതകളിലൂടെയാണ് അവസാനമായി ചേതനയേറ്റ് അർജുൻ കടന്നു വരുന്നത്. എത്രത്തോളം വികാരനിർഭരമാണ് നിമിഷങ്ങൾ? അത്രമേൽ വികാരനിർഭരമായൊരു രംഗമാണ്, അല്ലെങ്കിൽ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ വഴികളിലൂടെയാണ് അർജുൻ നിത്യവും സഞ്ചരിച്ചിരുന്നത്. ഈ വഴികളിലാണ് അർജുൻ കളിച്ച് വളർന്ന വഴികൾ, ഇടങ്ങളൊക്കെയാണ്. ഈ വയലേലകളൊക്കെ അർജുന് പ്രിയപ്പെട്ട ഇടങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ അർജുൻ ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്ന കാലഘട്ടം മുതൽ ഈ വഴികളിലൂടെയാണ് പത്തമിട്ട് നടന്നിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഏറെ വേദന നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഈ ഒരു വിലാപയാത്ര എന്ന് പറയുന്നത്. അർജുന്റെ വീട്ടിനരികിലേക്ക് പതിയെ ഈ വിലാപയാത്ര നീങ്ങുകയാണ്. അർജുന്റെ ഭാര്യ വീട് ഉൾപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാം കൊണ്ട് വൈകാരികമായ ഒരു നിമിഷങ്ങളാണ് ഇത്. ഏറെ വേദന ഉളവാക്കുന്ന നിമിഷങ്ങളാണ്. മന്ത്രി AK ശശീന്ദ്രനും ജനപ്രതിനിധികൾ MLA തോട്ടത്തിൽ രവീന്ദ്രൻ MLA KK രമ MLA അടക്കമുള്ളവർ വരുന്നു. ഇവർ ഇപ്പോൾ മന്ത്രി അല്പം മുൻപ് നിർദ്ദേശം നൽകിയത് ഈ ആംബുലൻസിന്റെ തൊട്ടും പിറകിലാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസൈലും മഞ്ചേശ്വരം MLA AK മാഷപ്പും വരുന്നുണ്ടായിരുന്നു. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നൊരു നിർദ്ദേശം വളണ്ടിയർമാർക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്. നേരത്തെ ശിരൂരിൽ അർജുന് വേണ്ടി അഹോരാത്രം ഇടപെട്ട ഒരു MLA കൂടിയാണ് ഈ സതീഷ് കൃഷ്ണസൈൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ വിലാപയാത്രയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം കൂടി വന്നതിന് ശേഷം ആയിരിക്കും ഈ വിലാപയാത്രയിൽ മുന്നോട്ട് നീങ്ങുക. അതിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. മറ്റൊന്ന് വലിയ ജനക്കൂട്ടമാണ്, വലിയ ജനസഞ്ചയമാണ് ഈ ചെറിയ ഒരു റോഡിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുന്നത്. അർജുൻ ഒരു മലയാളിക്കും എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. മലയാളിയുടെ സ്വന്തം വീട്ടിലെ സ്വന്തം ഒരാൾ അല്ലാതായ ഒരു നിമിഷം പോലെയാണ് ഒരു മലയാളി അത് കാണുന്നത്. കാരണം അർജുൻ നമ്മുടെ എല്ലാം വീട്ടിലെ അംഗം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ അംഗമാണ് അർജുന്റെ കുടുംബം, നമ്മുടെ കുടുംബമാണ് എന്ന് മലയാളി അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ആ കഴിഞ്ഞ 75 ദിനങ്ങൾ, ആ 75 ദിനങ്ങൾ കൊണ്ട് അർജുൻ മലയാളിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായി എന്നുള്ളതിനേക്കാൾ കഴിഞ്ഞ 3 പതിറ്റാണ്ട് നീണ്ട ജീവിത കാലയളവിൽ ഈ നാടിന് അർജുൻ അതിനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോഴിതാ അർജുന്റെ വീട് നിലനിൽക്കുന്ന ഭാഗത്തേക്ക് പതിയെ ഈ വിലാപയാത്ര നീങ്ങുകയാണ്. ഇതിന്റെ പരിസരങ്ങളിൽ അർജുന്റെ നാട്ടുകാർ, അർജുന്റെ ഭാര്യ വീടിന് സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ഭൗതികദേഹം കാണാനായി റോഡരികിൽ തടിച്ചുകൂടി നിൽക്കുന്ന ചിലർ അവരുടെ മിഴികൾ ഇറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ആണ് കാണാൻ കഴിയുന്നത്. വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനപ്രതിനിധികൾ മുൻനിരയിൽ നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതോടൊപ്പം ഉണ്ട്. തൊട്ടുപിറകെയാണ് അർജുന്റെ ഭൗതികദേഹം വഹിച്ചുള്ള കർണാടകയുടെ ആംബുലൻസ് ഉള്ളത്. അതിന് പിറകിലായി ഉള്ളത് നേരത്തെ കർവാർ MLA സതീഷ് കൃഷ്ണസൈലും ഒപ്പം KMSFും ഉൾപ്പെടുന്ന വാഹനമാണ്. ഈ അർജുന്റെ ഭൗതികദേഹം വഹിച്ചുള്ള വാഹനത്തിൽ, ആംബുലൻസിൽ അർജുന്റെ സഹോദരി ഭർത്താവ്, അർജുന്റെ ഇളയ സഹോദരൻ അഭിജിത്ത് അടക്കമുള്ളവരുണ്ട്. ഒപ്പം അർജുന് വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിനിടയിൽ നിരവധി തവണ ഗംഗാവലി പുഴയുടെ ഓളങ്ങളിലേക്ക് ഉള്ളിയിട്ട നീന്തൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽക്കയും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ വിലാപയാത്ര പോകുന്ന വഴിയിൽ
നമുക്ക് കാണാൻ സാധിക്കും. അതിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഫസ്റ്റോറുകൾ ഉൾപ്പെടെ തീർത്തും ഒരു ഗ്രാമം, കണ്ണാടിക്കൽ ഗ്രാമം കണ്ണീരണിഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.